ഗടാഗടികത്തിമാരായ 2 മരുമക്കളുള്ളപ്പോ അമ്മായി എന്തിനാ വീട്ടുജോലി നോക്കുന്നത്? ആ പെണ്ണുങ്ങൾ ചെയ്യട്ടേനെ. അമ്മായി ഓരോന്ന് ഇങ്ങനെ പറഞ്ഞു ചെയ്യിച്ചാ മതി. അങ്ങനെ മരുമക്കളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ഒരു അമ്മായിമ്മയായിട്ടാണോ പ്രതാപൻ എന്നെ കണ്ടിരിക്കുന്നത്? ഞാൻ ഒരു ഭംഗി വാക്ക് പറഞ്ഞതല്ലേ അമ്മായി. ഒരിക്കലും എന്റെ അമ്മായി അങ്ങനെ ചെയ്യില്ലാന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ലേ എന്റെ വിദ്യാഭാരതിയുടെ മോളെ ധൈര്യമായിട്ട് ഞാൻ അമ്മായിക്ക് തന്നത്. ആട്ടെ, ഇവിടെ കാർത്തികയും നന്ദന മരുമകളും. കാർത്തിക അവളുടെ കോലോത്ത് വരെ പോയി. അവരുടെ അമ്പലത്തിൽ എന്തോ വിശേഷം ഉണ്ടത്രേ. നന്ദന കടയിൽ പോയിരിക്കുക. കടയിലോ? അമ്മായി, അതെന്തായാലും വളരെ നന്നായി. വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങള് വീട്ടുകാർ തന്നെ നേരിട്ട് പോയി കടയിൽ നിന്ന് മേടിക്കണം. അതിലൊരു നാണക്കെടുമില്ല. കാർഡുമായിട്ട് വേണമെങ്കിലേ റേഷൻ കടയിൽ പോവാനും നന്ദനക്ക് യാതൊരു മടിയുമില്ല. കൊച്ചുനാളിലെ അവളുടെ അച്ഛന്റെ വീട്ടിൽ വളർന്നപ്പോഴേ റേഷൻ കടയിൽ നിന്നായിരുന്നു ഷോപ്പിംഗ്. കോലോത്ത് വന്നതിന്റെ പിന്നെ ആ കുട്ടിക്കൊരു സ്റ്റാറ്റസ് ഒക്കെ ആയത്. എന്തു വെച്ച് ദേ അമ്മായി, അതിന്റെ ഒരു അഹങ്കാരം അവൾക്കില്ല. നമ്മുടെ വിദ്യരല്ലേ മോള്. വിദ്യയുടെ മോള് വീട്ടു സാധനങ്ങൾ വാങ്ങിക്കാനൊന്നും പോയതല്ല. നമ്മുടെ കടയിലാ പോയിരിക്കുന്നത്, ടെക്സ്റ്റൈൽസിലെ. അവിടെ അവൾക്ക് എന്താ പണി? കഴിഞ്ഞ ദിവസം ഞാൻ നന്ദനയെ നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം കൊണ്ടുവന്ന് കാണിച്ചു. എന്നിട്ട് പറഞ്ഞു ഒരു മേൽനോട്ടത്തിനായി എല്ലായിടത്തും പോകണമെന്ന്. ഉദയന് പകരമാണെന്ന് കൂട്ടിക്കോ. ആദ്യം നന്ദനയ്ക്ക് വലിയ മടിയായിരുന്നു. പിന്നെ ഞാൻ നിർബന്ധിച്ച് പിടിച്ചേൽപ്പിച്ചു എന്ന് പറഞ്ഞാ മതിയല്ലോ. അല്ല, പ്രതാപൻ എന്ത് തോന്നുന്നു? അതൊരു നല്ല കാര്യമല്ലേ? നല്ല കാര്യമല്ലേ പ്രതാപ? അതെ, നല്ല കാര്യമാണ്. അങ്ങനെ വേണം. അമ്മായി, അങ്ങനെയാണല്ലോ വേണ്ടത്. അമ്മായി, ഉദയൻ അതിന് സമ്മതിച്ചു അവളെ? അവനോ? ഏത് കാര്യത്തിനാ ഉദയൻ ആദ്യം അനുകൂലിക്കുന്നത്? മുടക്കം പറഞ്ഞു. എന്നിട്ട് ഉദയന്റെ വാക്ക് ധികരിച്ച് അവള് പോയെങ്കിലേ അത് അവളുടെ അധിക പ്രസംഗ. നന്ദന പോയതല്ല, ഞാൻ അവളെ പറഞ്ഞു വിടുക ചെയ്തത്. നാളെ അവനെ അവളുടെ വഴിക്ക് കൊണ്ടുവരണമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. യതീന്ദ്രനോട് ആലോചിച്ചിട്ടാണോ അമ്മായി അങ്ങനെ ചെയ്തത്? യതിയോട് പ്രത്യേകിച്ച് എന്താലോചിക്കാനാ? അവന്റെ ചേട്ടനല്ലേ ഉദയൻ, അവന്റെ ഭാര്യയല്ലേ നന്ദന. അവളെ ചുമതല ഏൽപ്പിക്കുന്നതിന് യതീന്ദ്രന്റെ അനുവാദം എന്തിനാ? എന്നാ എനിക്കൊരു ന്യൂസ് കിട്ടി. അതെന്താ? അമ്മായി നന്ദനയെ കുന്നത്തൂര് ബിസിനസ്സുകളുടെ മാനേജിംഗ് പാർട്ണറാക്കി എന്നാണ് പുറത്തുനിന്നുള്ള ന്യൂസ്. യതീന്ദ്രനോ കാർത്തികയോ പ്രതാപനെ വിളിച്ചോ അതോ നേരിക്കണ്ടോ? ന്യൂസിന്റെ സോഴ്സ് ഒന്നും അമ്മായി എന്നോട് ചോദിക്കരുത്. എന്ന് മാത്രമല്ല, ഓഡിറ്റിങ്ങും കളക്ഷൻ നോട്ടവും സ്റ്റോക്ക് എടുപ്പും വരെ നന്ദനയാണെന്ന പുറത്തെ ആളുകൾ പറഞ്ഞു പരത്തുന്നത്. അത് കൊള്ളാലോ. ഇവിടുത്തെ കാര്യങ്ങളിൽ നാട്ടുകാർക്ക് ഇത്രയും താല്പര്യമുണ്ടെന്ന് ഇപ്പോഴാ ഞാൻ അറിയുന്നത്. അതെ അമ്മായി, ഒന്ന് മനസ്സിലാക്കണം. ഈ കോവിലകം എനിക്ക് അന്യമല്ല. 20 വർഷം കഴിഞ്ഞു എന്റെ അമ്മ മരിച്ചിട്ട്. അത് പിന്നെ എന്റെ അമ്മയുടെ സ്ഥാനത്ത് ഞാൻ കണ്ടിട്ടുള്ളത് 2 പേരെയാ. ഒന്ന് വിദ്യയുടെ അമ്മ, 2 ഈ നിൽക്കുന്ന എന്റെ അമ്മായി. വിദ്യയുടെ അമ്മ പാവം ഇന്നോ നാളെ എന്നറിയാതെ ഒറ്റക്കിടപ്പാ. ഒരു കേടുപാടുമില്ലാതെ ഇങ്ങനെ ഓടി നടക്കുന്നത് എന്റെ വസുന്ധരമായി മാത്രം. അമ്മായിന്ന് ഞാൻ വിളിക്കുന്നുണ്ടെങ്കിലും മനസ്സില് അമ്മയെന്ന ഉരുവിടുന്നത്. ഇതൊക്കെ ഇപ്പൊ എന്തിനാ പ്രതാപ പറയുന്നത്? എനിക്കറിയാം നീ ഈ കുടുംബത്തോട് സ്നേഹമുള്ളവനാണെന്ന്. അറിയാലോ. ആ ഒരു സ്നേഹവായ്പ വെച്ചോണ്ട് പറയാ ഞാൻ. കാര്യം നന്ദന നീ കോലോത്ത മരുമകളാ, എന്റെ വിദ്യാഭാരതിയുടെ മകളുവാ. മറ്റൊരു കാര്യം. എന്താ? അച്ഛൻ വഴിക്ക് ചിന്തിച്ചാലേ ക്ഷത്രിയ രക്തമല്ല പെണ്ണ്. കാര്യസ്ഥൻ രാമൻ നായരുടെ മകൻ ശിവരാമന്റെ മകളാ. വളർന്നതോ ഏതോ പശുക്കൂട്ടിലും. ഉദയൻ പുരനിറഞ്ഞു നിന്നപ്പോ നമ്മൾ പിടിച്ചു കെട്ടിച്ചു എന്നുള്ളത് സത്യമാ. അങ്ങനെ വല്ലോടത്തുനിന്ന് വന്നൊരുത്തിക്ക് അധികാരം കൈമാറണോ? നമ്മള് കൈമാറാമോ? അതാ എന്റെ ചോദ്യം.
അല്ല, എനിക്കൊരു മറു ചോദ്യമുണ്ട് പ്രതാപനോട്. അമ്മായി ചോദിക്കേ. ഈ പറഞ്ഞതെല്ലാം നന്ദനയുടെ പോരായ്മകളാണെങ്കി ആണെങ്കിൽ എന്തല്ല ആണ് എങ്കി പ്രതാപൻ അമ്മയുടെ സ്ഥാനത്ത് കാണുന്ന എനിക്ക് മരുമോളായിട്ട് എന്തിനാ കുട്ടിയെ തന്നു? പറഞ്ഞോട്ടെ, ഞാൻ കുന്നത്തൂർ കോവിലകത്തെ വേളിയായിട്ട് വരുന്നവരാരായിരുന്നാലും വേണ്ടില്ല എന്ന് വിചാരിച്ചോ? ഉദയൻ താലി കെട്ടിയതോടെ അവൾ ഈ കോലത്തെ കുട്ടിയ. ഉദയരാജവർമ്മയുടെ വേളി, അവളുടെ ഞരമ്പിലോടുന്ന രക്തത്തിന്റെ ചരിത്രം ഇനി നോക്കുന്നില്ല ഞാൻ. എനിക്കൊട്ട് കേൾക്കുകയും വേണ്ട. അല്ല, എന്താ പ്രതാപന്റെ അഭിപ്രായം? സത്യം പറഞ്ഞാൽ അമ്മായിയുടെ നിലപാടാണ് കറക്റ്റ്. പുറത്തുനിന്ന് വിവരം ഞാനൊന്ന് പങ്കുവെച്ചേ ഉള്ളൂ. പുറത്തുനിന്നറിഞ്ഞാലും അകത്തുനിന്നറിഞ്ഞാലും ഞാനത് കൂട്ടാക്കുന്നില്ല. നമ്മുടെ നന്ദന മിടുക്കിയാണ് അല്ലേ അമ്മായി? അക്കാര്യത്തിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഒരു കാര്യം ഏൽപ്പിച്ച അവൾ ആത്മാർത്ഥതയായിട്ട് ചെയ്യും. കോലത്തെ ഒരു സ്ഥാപനവും ഇനി പൂട്ടിപ്പോവില്ല. അതൊരു സമാധാനാണേ. ആ ദേ ഉദയം വന്നു തോന്നുന്നു. എന്നാലേ അമ്മായി എനിക്ക് കടുപ്പത്തിൽ ചായ എടുക്ക്. ശരി. ഉദയ, കുറെ നാളായാലോട് തന്നെ കണ്ടിട്ട്. ഉദയ, എവിടേക്ക് ചെക്കൻ പോണത്? ഉദയ, മനസ്സിലാകുന്ന ഭാഷയിൽ പറയാം. അതും ഒരൊറ്റ വാക്കിൽ തന്നെ പറയാം. നിലയ്ക്ക് നിർത്തണം. നിലയ്ക്ക് നിർത്തണം. ആര്? നീ. ആരെ? നന്ദനയെ. അതായത് ഭാര്യയെ ഭർത്താവ് നിലയ്ക്ക് നിർത്തണമെന്ന്. എന്താ നിനക്കൊരു പരിഹാസച്ചിരി? ഭാര്യ എന്ന് പറഞ്ഞ ആ ഭാരത്തെ എന്റെ തലയിലേക്ക് എടുത്തു വെച്ച് തന്നത് ആരാന്നോർത്തപ്പോ സ്വാഭാവികമായും ചിരിയാണ് വന്നത്. വേണ്ടെന്ന് പറഞ്ഞിട്ടും നിങ്ങൾ എന്നെ അടിച്ചേൽപ്പിച്ച സാധനം, അതിനെ നിലയ്ക്ക് നിർത്താൻ എനിക്കെന്താ അവകാശം? ഇപ്പൊ നന്ദനയുടെ സ്പോൺസർ അമ്മയാ. അവർ രണ്ടുപേരും കൂടി എന്നെ ബ്രെയിൻ വാഷ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഞാനൊന്ന് സോഫ്റ്റായ പിടിച്ചു വല്ല ധ്യാനകേന്ദ്രത്തിൽ കൊണ്ടെത്തിക്കാൻ മടിക്കില്ല. എന്തൊക്കെയായാലും ഉദയൻ ആ പെണ്ണിന്റെ ഭർത്താവല്ലേ? റെക്കോർഡിക്കലി അതാണ് സേഫ് സോൺ എന്ന് എന്നെ ഓർമ്മിപ്പിച്ച പ്രതാപേട്ടനാ. ഒരു നിമിഷം, മറ്റുള്ളവരെ മുമ്പില് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണല്ലോ. ഭാര്യ അവളുടെ തോന്നിയാസത്തിനെ വല്ല കടയിലും കമ്പോളത്തിലൊക്കെ കറങ്ങുന്നത് നിനക്ക് കുറച്ചില്ലല്ലേ? ഓ, അങ്ങനെയൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം ഞാനൊരു ഭർത്താവ് ഉദ്യോഗസ്ഥനല്ല. അബദ്ധത്തിനൊരു കല്യാണം കഴിച്ചു. അത് അബദ്ധമായി തന്നെ ഇപ്പോഴും വിശ്വസിക്കുന്നു. എന്റെ ഭാഗ്യത്തിന് വന്നു ചേർന്ന പാർട്ടിക്കും സെയിം ആറ്റിറ്റ്യൂഡാ. എനിക്ക് എന്റെ രീതികൾ, അയാൾക്ക് അയാളുടെ രീതികൾ. രണ്ട് സ്വതന്ത്ര വ്യക്തികളായി ഞങ്ങൾ ഈ വീട്ടിൽ ജീവിക്കുന്നു. അവള് കയറ് പൊട്ടിച്ചാലും മതിൽ ചാടിയാലും നിനക്ക് യാതൊരു പ്രശ്നമില്ലെന്നാണോ? കയറ് പൊട്ടിക്കാൻ നോക്കട്ടെ, അല്ലെങ്കിൽ മതിൽ ചാടാൻ ശ്രമിക്കട്ടെ, അപ്പൊ ആലോചിക്കാം. നീ എന്തൊരു ഭർത്താവാടാ ഉദയ. പ്രതാപേട്ടന് അത് ഇനിയും മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരാൾക്ക് ഭർത്താവാകാം. ദാമ്പത്യ ബന്ധം എന്ന് പറയുന്നത് ചില്ലറ കെട്ടുമാറാപ്പൊന്നല്ല. അത് മനസ്സിലാക്കിയത് കൊണ്ടാ ഈ പ്രപ്പോസൽ വന്നപ്പോ ഞാൻ ഒഴിഞ്ഞു മാറിയത്. ഉദയ, ബിസിനസ്സുകളുടെ കണ്ണായ സ്ഥാനങ്ങളിൽ നന്ദനയെ കയറ്റിയിരുത്തിയാൽ നാളെ ഈ കുന്നത്തൂർ കോവിലകത്തിന്റെ അധോഗതിയായിരിക്കും. പ്രതാപേട്ടൻ ചെന്ന് അമ്മയോട് സംസാരിക്കേ. ബിസിനസ്സുകൾ പൊളിയുന്നൊന്നും എനിക്ക് വിഷയമല്ല. നിൽക്കാനൊരു വേദിയും കുറെ കാണികളുണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാ. എന്റെ ക്രിയേറ്റീവ് സൈഡിൽ നന്ദന ഇടപെടുന്നില്ല. മറ്റൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഓക്കെ, ഒരു വാദത്തിന് വേണ്ടി ഞാനത് സമ്മതിക്കാം. എന്നാലേ
മറ്റൊരു വസ്തുത കൂടിയുണ്ട്. ഈ കോലത്തെ നീ മാത്രമല്ല അംഗമായിട്ടുള്ളത്. യതീന്ദ്രനും അവന്റെ ഭാര്യയും മക്കളും ഉണ്ട്. പിന്നെന്റെ അമ്മായി തോന്നിയാസം കൊണ്ട് നന്ദന കയറി MD കളിച്ചിട്ടേ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് തകരുന്നതേ അവരുടെ കൂടി ജീവിത. നിന്റെ ഭാര്യ കാരണം അങ്ങനെ ഒരു തകർച്ച ഈ കുന്നത്തൂർ കോവിലകത്തിനുണ്ടാകണോ? കളിക്കാൻ ഒരു തറ, കാണാൻ കുറച്ചു പേർ എന്ന് നീ പറഞ്ഞല്ലോ. നാടകവും ജീവിതവും രണ്ടാ. എന്നാലും ചില സാമ്യങ്ങളുണ്ട്. നാടകത്തിൽ നാടകീയത വേണം. നമ്മുടെ ജീവിതത്തിലും ചിലപ്പോഴത് വേണ്ടി വന്നേക്കും. പ്രതാപേട്ടൻ മാറ്ററിലേക്ക് വാ. മനസ്സില്ല മനസ്സോടെയാ നീ കല്യാണപ്പന്തലിൽ വന്നത്. ഉദയൻ എപ്പോഴും ആവർത്തിച്ച് പറയുന്നൊരു കാര്യം അത്. പക്ഷെ നീ ഒന്നോർക്കണം, മരുന്ന് കുത്തിവെച്ച് മയക്കിയോ അല്ലെങ്കിൽ ഉറക്കത്തിൽ എടുത്തുകൊണ്ടുപോയോ അല്ല നിന്നെ കല്യാണപ്പന്തലിൽ എത്തിച്ചത്. മനസ്സാലെ വന്ന് നന്ദനയുടെ കഴുത്തിൽ താലി കെട്ടുകയായിരുന്നു. അമ്മയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്തു എന്നൊരു ക്ലോസ് ഉണ്ട്. അതെന്താ വിട്ടുപോയത്? അതൊരു കാരണം. മറ്റൊരു പ്രലോഭനം ഞാൻ പറഞ്ഞത് നിന്റെ മനസ്സിലുടക്കിയിരുന്നു. ആ സമയത്ത് കല്യാണത്തിന് നീ നിന്ന് തന്നത് ആ കാരണം കൊണ്ട് കൂടിയാണ്. ഉദയന്റെ പുതിയ നാടകം സ്റ്റേജ് ചെയ്യാനുള്ള സാമ്പത്തികം, അതിനുള്ള ആസ്തി നന്ദനയ്ക്കുണ്ടെന്ന് കേട്ടപ്പോൾ നിന്റെ മനസ്സേ ഒന്ന് ഇളകിയില്ലേ? നിഷേധിക്കുന്നില്ല. എന്നിട്ട് കഴിഞ്ഞ ആഴ്ച ഞാനൊരു ഐഡിയ പറഞ്ഞപ്പോ നീ ചെയ്തതെന്താ? നന്ദനയുടെ പേരിലുള്ള വസ്തുവകകളെ കുറിച്ച് അവൾക്കൊരു സൂചന കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ നന്ദനോട് സംസാരിച്ചല്ലോ. പിറ്റേന്ന് തന്നെ ആ വിവരം പ്രതാപേട്ടനെ വിളിച്ചു പറഞ്ഞില്ലേ? അത് പോരാ, അവളുടെ മനസ്സറിയണം, മനസ്സിലിരിപ്പറിയണം. കോടിക്കണക്കിന് വരുന്ന വസ്തുവകകൾ സേതുലക്ഷ്മിയുടെയും വല്യമ്മയുടെയും വിൽപത്രത്തിൽ മാത്രം ഇരുന്നിട്ട് എന്താ കാര്യം? അതെ, നന്ദനയുടെയും ഉദയന്റെയും പേരിലേക്ക് വരണം. ഭാരിച്ച സ്വത്തിലൊന്നും താല്പര്യമില്ലെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞതാ. ഉദയൻ താല്പര്യപ്പെടണ്ട, താല്പര്യമുള്ളവർ ഇവിടെ ഉണ്ടല്ലോ. നിന്റെ പേരിലേക്ക് വരുന്ന പ്രോപ്പർട്ടീസ് കൈകാര്യം ചെയ്യുന്ന കാര്യം ഈ പ്രതാപേട്ടൻ ഏറ്റു. പിന്നെ ആജീവനാന്തം മൂടിവെച്ചിരിക്കുന്ന ആ നാടക സങ്കല്പം നിന്റെ മനസ്സിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ നമുക്കിങ്ങനെ അരങ്ങിലേക്ക് എത്തിക്കാം. ഉദയൻ എന്ന കലാകാരൻ ഈ മണ്ണിൽ ജീവിച്ചിരുന്നു എന്നതിന്റെ നിത്യസ്മാരകങ്ങളായിരിക്കും നിന്റെ മഹത്തായ നാടകങ്ങൾ. മനസ്സിന് പിടിക്കാത്ത കല്യാണം കഴിച്ചുകൊണ്ട് അങ്ങനെയെങ്കിലും നിന്റെ ജീവിതത്തിൽ ഒരു നേട്ടം ഉണ്ടാകണ്ടേ അനിയ? നാളെ എപ്പോഴാ ചേച്ചി പോന്നേ? ഞാൻ പറയാം. ടെക്സ്റ്റൈൽസിൽ ഇന്ന് നല്ല തിരക്കായിരുന്നു. വലതുകാല് വെച്ച് പുതിയ ആള് വന്ന് കയറിയോണ്ടായിരിക്കും.
ചിലപ്പോ ആയിരിക്കും. റംസാൻ ഓഫർ ഇന്നുകൂടെ ഉണ്ടായിരുന്നു. അതാ തിരക്കിന് കാരണം. കൂടുതലും ഫാമിലികളാ തുണിയെടുക്കാൻ വരുന്നത്. അവധി ദിവസങ്ങളിൽ അതെ, ഞാൻ വിശേഷങ്ങൾ ചോദിച്ചില്ല തന്നോട്. ഒരു സ്ഥലത്ത് പോയിട്ട് വരുമ്പോ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു മര്യാദയാണല്ലോ എന്ന് വിചാരിച്ചു. രാവിലെ പോകാൻ നേരം ഈ മര്യാദ കണ്ടില്ല. ഫസ്റ്റ് ഡേ താൻ ഇവിടുന്ന് പോയപ്പോ എന്നോട് അനുവാദം ചോദിച്ചു. അടുത്ത ദിവസം ഇറങ്ങാൻ നേരം പോകുന്നു എന്ന് പറഞ്ഞു. ഫോർമാലിറ്റിക്ക് വേണ്ടിയാ, എന്നാലും പറഞ്ഞു. ഇന്നോ നന്ദന രാവിലെ പോയത് ഞാൻ കണ്ടതുകൂടിയില്ല. തനിക്ക് ബെസ്റ്റ് വിഷസ് പറഞ്ഞ് അയക്കാനൊന്നുമല്ല. എന്നാലും നന്ദന പറഞ്ഞല്ലോ മര്യാദയുടെ കാര്യം. അതിന്റെ പേരിൽ ജസ്റ്റ് ഒരു വാക്ക് പറയായിരുന്നു. രാവിലെ ഇറങ്ങാൻ നേരം ഞാൻ വന്നു നോക്കിന്നുള്ളത് സത്യ. അപ്പൊ ബാത്റൂമിലായിരുന്നു, അതുകൊണ്ടാ. ബാത്റൂമിൽ ഞാൻ തപസ് ചെയ്യാൻ കയറിയതൊന്നുമല്ല. അതോ നന്ദന എങ്ങോട്ടേക്കും പോകുന്ന നേരം ഞാൻ കുളിക്കാൻ കയറിക്കൂടാന്നുണ്ടോ? എന്താ, ഒന്നും പറയാനില്ലേ? യാത്ര ചോദിച്ചാലും ഇങ്ങോട്ടൊരു ഭംഗിവാക്ക് പോലും പറയുന്ന ആളെ. മനസ്സുകൊണ്ട് ഞാൻ അഡ്മിറ്റ് ചെയ്തിട്ടില്ലാത്ത സ്ഥലത്തേക്ക് താൻ പോകുമ്പോ ഭംഗി വാക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. വീട്ടിലിരുന്ന് ബോറടിക്കുന്നു പറഞ്ഞിട്ടാണ് താൻ കടയിൽ പോകാൻ തുടങ്ങിയത്. ഇവിടെ ഇരുന്ന് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട്. കമ്പ്യൂട്ടർ ഉണ്ടല്ലോ. വേണമെങ്കിൽ ബിസിനസിന്റെ കാര്യങ്ങൾ ഇവിടെ തന്നെ ചെക്ക് ചെയ്യാതെ എനിക്ക്. അത് മതി. ഈ വീടിന്റെ പുറത്തു പോയി ഒരു കാര്യങ്ങളിലും നന്ദന ഇടപെടണ്ട. പ്രത്യേകിച്ചും ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. പക്ഷേ ഞാൻ ഇതിനോടകം തുടങ്ങി വെച്ച ചില കാര്യങ്ങളുണ്ട്. തുടങ്ങി വെക്കാതെ എന്താ, കൺസ്ട്രക്ഷൻ വർക്കോ? കുന്നത്തൂർ ടെക്സ്റ്റൈൽസിന്റെ ഷോറൂം പൊളിച്ചു പണിയുന്നുണ്ടോ നന്ദന? എന്നെ കളിയാക്കാൻ വേണ്ടിയാണെങ്കിലും ഈ ചോദ്യത്തിൽ കാര്യമുണ്ട്. ഷോറൂം പൊളിച്ചു പണിഞ്ഞില്ലെങ്കിലും അവിടുത്തെ പല കാര്യങ്ങളിലും പൊളിച്ചു പണി അത്യാവശ്യമാണ്. അഡ്മിനിസ്ട്രേഷനിലും അക്കൗണ്ട്സിലും എല്ലാം. ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് അങ്ങനെയുള്ള കണ്ടെത്തലുകൾ നടത്തിയോ? അമ്മയോട് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് അത് മനസ്സിലാവുകയും ചെയ്തു. സ്വന്തം മുതൽ നഷ്ടപ്പെടുന്നതിന്റെ വേദന അതിനോട് സ്നേഹമുള്ളവർക്ക് മാത്രമേ അറിയൂ. കുടുംബത്തിന്റെ മൊത്തത്തിലുള്ള സ്വത്ത ഏതൊക്കെയോ വഴിയിലൂടെ ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, താനായിട്ട് എനിക്ക് സ്വത്ത് സമ്പാദിച്ചു തരണ്ട. ഉള്ള സ്വത്തിന്റെ കാവലാളാവുകയും വേണ്ട. അച്ഛനുള്ള കാലം തൊട്ട് തുടങ്ങിയ ബിസിനസ്സുകളാ. ഇതുവരെ ഒരു പാളിച്ചും സംഭവിച്ചിട്ടില്ല. ഇന്ന് വരെ ഒരു പരാതിയും കേട്ടിട്ടില്ല. ഇന്ന് പക്ഷെ അച്ഛനില്ലല്ലോ. ആ സ്ഥാനത്ത് നിന്ന് നോക്കി നടത്തേണ്ട. പ്ലീസ്, താൻ എങ്ങോട്ടാണ് വിരൽ ചൂണ്ടുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ ഏറ്റവും വെറുക്കുന്ന കാര്യമാണ് റിപ്പീറ്റേഷൻ. പലതവണ പറഞ്ഞത് ആവർത്തിക്കുകയാണ് താൻ. അമ്മ 10 തവണ പറയുമ്പോഴാ ഞാൻ ഒരു പ്രാവശ്യം അത് ഇവിടെ വന്ന് അറിയിക്കുന്നത്. ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അമ്മയുടെ അനുവാദത്തോടെ മാത്രം, അല്ലാതെ ഞാൻ മുൻകൈ എടുക്കാറൊന്നുമില്ല. ബിസിനസ് വിഷയത്തിലും അമ്മയാണ് ഓരോന്ന് ഏൽപ്പിച്ചു തന്നത്. അത് ഞാൻ നിഷേധിക്കണമായിരുന്നു. ഇത്ര വീറോടെ വാദിക്കുന്ന താൻ മുമ്പൊരു കാര്യം എന്നോട് പറഞ്ഞിരുന്നു. താൻ കഴുത്തിലണിയുന്ന താലിയെക്കുറിച്ചാണത്. അതിന്റെ അർത്ഥത്തെക്കുറിച്ചും മഹത്വത്തെക്കുറിച്ചും താൻ പ്രസംഗിച്ചിട്ടുണ്ട്. ആ താലി കെട്ടിത്തന്നതേ അമ്മയല്ല, ഞാനാ. ഭാര്യ അനുസരിക്കേണ്ടത് താലി കെട്ടിയ പുരുഷനെയാണോ അതോ അയാളുടെ അമ്മയാണോ? തീർച്ചയായും ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം. അയാളുടെ വാക്കുകൾ മുഖവിലക്കെടുക്കണം. പക്ഷേ നമുക്കതെങ്ങനെയാ ബാധകാവുക? മനസ്സിലായില്ല. സാങ്കേതികമായി മാത്രമല്ലേ നമ്മൾ ഭാര്യയും ഭർത്താവായിരിക്കുന്നത്. ഭർത്തൃധർമ്മം നിറവേറ്റുന്ന പുരുഷനും ഭാര്യാധർമ്മം നിറവേറ്റുന്ന സ്ത്രീയും അല്ല നമ്മൾ. ആണോ? വെറുതെ തർക്കിക്കാൻ വേണ്ടി കുറെ
വാക്കുകൾ ചവച്ചു തുപ്പാതാൻ. അർത്ഥമില്ലാത്ത ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. പുതിയ കാലത്തിന്റെ ചിന്തകളുമായി നടക്കുന്ന ആളല്ലേ. ഭർത്താവ് ഭരിക്കുന്നവനും ഭാര്യ ഭരിക്കപ്പെടേണ്ടവളാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അതെന്ത് പുരോഗമനമാണ്? ഭാര്യ തന്നെ അനുസരിക്കണമെന്ന് ശാഠ്യം പിടിക്കുമ്പോ അവളുടെ വാക്കുകൾ അവഗണിക്കാതിരിക്കാൻ വേണം. കുറഞ്ഞ പക്ഷം ചെവി കൊടുക്കണം. അതാണ് ന്യായം. മതി. നന്ദന ഇത്രയും പറഞ്ഞതിന്റെ സാരം എന്താണെന്ന് വ്യക്തമാണ്. ഞാൻ എന്ത് ഒബ്ജക്ഷൻ പറഞ്ഞാലും താൻ കടയിലും കമ്പനിയിലും പോകും. തനിക്കിഷ്ടമുള്ള പോലെ എന്തിലും ഇടപെടും. ജാമ്യത്തിന് അമ്മയുണ്ടല്ലോ. എപ്പോഴും ജാമ്യം നിൽക്കാൻ അമ്മ കാണണമെന്നില്ല. അത് ഓർത്തിരിക്കുന്ന നന്നായിരിക്കും. Yeah.